നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ കേരളം അഭിമുഖീകരിക്കുന്ന, ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംവാദമാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം. ജീവിതമാണ് യഥാർത്ഥ ലഹരി. സൗഹൃദം ലഹരി ലഹരി സംഗീതം ലഹരി സംഗീതം. അതായത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം. ബഹുമാനപ്പെട്ട CM ഈ അടുത്ത കാലത്ത് കേരളം ഏറ്റെടുത്ത ഒരു മിഷനാണത്. ഇത് കേവലം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദൗത്യം മാത്രമല്ല, സമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ 2022 തന്നെ നമ്മളൊരു തുടക്കം കുറിച്ചിരുന്നു. നല്ല ക്യാമ്പയിൻ ആ ഘട്ടത്തിൽ നടത്തുകയുണ്ടായി. തുടർന്ന് ചില പരിപാടികളൊക്കെ നടന്നെങ്കിലും ഈ ആപത്തിൻ്റെ തീഷ്ണത കുറഞ്ഞില്ല. ഇപ്പോഴുള്ളൊരു പ്രത്യേകത, സമൂഹമാകെ അത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ശരിയായ രീതിയിൽ ഇതിനെതിരെയുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. അത് ഏറിയ കൂറും മാധ്യമങ്ങൾ ആ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഇത് ഗൗരവമായി കാണുന്ന നില വന്നിരിക്കുന്നു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആലോചിച്ചപ്പോൾ ആദ്യമേ തന്നെ ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധന നടക്കുന്നതായിരിക്കും നല്ലത് എന്ന് കണ്ടു. ഡോക്ടർ V. വേണു അടക്കമുള്ള ആളുകളെ ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച നടക്കുകയും അതിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ നാടിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി സമൂഹത്തിലെ ജാതി മത നേതാക്കളെ ആകെ ഒന്ന് വിളിക്കുകയുണ്ടായി. അവരെല്ലാവരും ഒരേ സ്വരമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗവും ഒന്ന് വിളിക്കുകയുണ്ടായി. അവരും ഒരേ സ്വരമായിരുന്നു. ഇത് കാണിക്കുന്നത് കേരളം ഒന്നിച്ച് ഇതിനെതിരെ പ്രതിരോധം തീർക്കാനാകുമെന്നാണ്. വിവിധ വിഭാഗങ്ങളുമായി നേരത്തെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വിവിധ സംഘടനകളുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അങ്ങനെ എല്ലാവരെയും പങ്കാളിത്തം ഇതിൽ ഉറപ്പാക്കിക്കൊണ്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് വലിയ തോതിൽ ഈ ലഹരി മാഫിയ ലക്ഷ്യമിടുന്നത്. അപ്പോൾ വിദ്യാലയങ്ങളും കോളേജുകളും മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളും അത്തരം സ്ഥാപനങ്ങളിലാകെ വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കാനാകണമെന്നാണ്. അതോടൊപ്പം നാടാകെ ചേർന്ന് നിൽക്കുകയും വേണം. നല്ല വിജയം നമുക്ക് ഇക്കാര്യത്തിൽ നേടാനാകും എന്നതാണ് ഈ വന്നിട്ടുള്ള എല്ലാ പ്രതികരണവും കാണിക്കുന്നു. മകന്റെ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട അമ്മ തന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ലഹരിയുടെ ഉപയോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുമായി ഇതാ കേരള പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. കണ്ടില്ലേ, ഇതാണ് എൻ്റെ കുടുംബം, ഇതാണ് എൻ്റെ ലഹരി. നൃത്തമാണ് എൻ്റെ ലഹരി. ഈ തൊഴിലാണ് എൻ്റെ ലഹരി. യാത്രകളാണ് എൻ്റെ ലഹരി.
ബോക്സിംഗ് ആണ് എൻ്റെ ലഹരി. വായനയാണ് എൻ്റെ ലഹരി. അഭിനയമാണ് എൻ്റെ ലഹരി. സംഗീതമാണ് എൻ്റെ നമ്മുടെ സന്തോഷത്തിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ നശിപ്പിക്കുന്ന ലഹരി നമുക്ക് ഉപേക്ഷിക്കാം. സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നമുക്ക് പങ്കുചേരാം. സേ നോ ടു ഡ്രഗ്സ്. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക്. മുൻപ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഇന്നിപ്പോൾ ഇന്ത്യയിലാകെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ഓരോ മുക്കിലും മൂലയിലേക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കാനുള്ള കൊറിയേഴ്സായി ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വളർന്നു. എല്ലാ തുറകളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇടപെട്ടാൽ മാത്രമേ ഇതിനെ ഓരോ തലത്തിലും നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. ശ്രീ ഋഷിരാജിലേക്ക് വരാതെ ഒരുപക്ഷെ താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. പണ്ട് കള്ളും കഞ്ചാവുമാണ് മലയാളിയുടെ ഒരു ലഹരിയുടെ ഒരു എന്താ പറയുക ഒരു പ്രഭവ കേന്ദ്രം. പക്ഷേ ഇപ്പോൾ ഈ രാസലഹരിയുടെ ഒരു പ്രത്യേക വ്യാപനം, ഒരു ചെറിയൊരു പുസ്തകം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ വേണമെങ്കിൽ വിഴുങ്ങാൻ കഴിയുന്ന ലഹരി കൈകാര്യം ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇവിടെ സർ കേരളത്തിൽ നമ്മൾ ഈ വ്യാപനം ഇതിൽ ലഹരിൻ്റെ വ്യാപനം കൂടുതലാണെന്ന് പറഞ്ഞ് അത് നമ്മൾ കേരളം മാത്രമേ ഉള്ളൂ ആ പ്രശ്നം നമ്മൾ ഏറ്റെടുത്തത്. ബാക്കി അന്യ 27 സംസ്ഥാനങ്ങളിലെ ഇത് ഒരു ചർച്ച വിഷയം പോലും ഇല്ല സർ. അപ്പോൾ ഇത് ഒരു പക്ഷേ അത് നല്ല കാര്യമാണ്. ഇവിടെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നു, നമ്മൾ നടപടി എടുക്കുന്നു. ഒരു ഉദാഹരണത്തിന് നമ്മൾ പിന്നെ അവിടെ കേസുകൾ മറച്ചു വയ്ക്കാനുള്ള പരിപാടി ഇവിടെ ഇല്ല സർ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഉത്തർപ്രദേശിൽ 34 കോടി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് സർ. ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ 15,000 കേസുകൾ മാത്രമേ ഒരു വർഷത്തിന് അവർ ഈ ലഹരിയെ സംബന്ധിച്ച് എടുക്കുകയുള്ളൂ. 34 കോടി ജനങ്ങൾ ആകെ എടുക്കുന്നത് 15,000 കേസുകൾ. കേരളത്തിന് 3 കോടികൾ മാത്രം താമസിക്കുന്ന സംസ്ഥാനത്തിൽ നമ്മൾ കേരള സർക്കാർ എക്സൈസും പോലീസും എടുക്കുന്നത് ചുരുങ്ങിയത് 1,00,000 കേസുകളാണ് സാർ. അപ്പം നമ്മളതോ 5 ഗ്രാമും ഏതൊരു സ്റ്റേഷനിലോ ഒരു ഇടുക്കിയിലോ അല്ലെങ്കിൽ കാസർഗോഡിലാണെങ്കിലും അവിടുത്തെ എക്സൈസോ അല്ലെങ്കിൽ പോലീസുകാർ കേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേസിൻ്റെ നമ്പർ കൂടുതലാണ്, ഇതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു. അത് നമുക്ക് പാടില്ല. എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മാതൃകയാണ് കേരളം. എന്ന കാരണം വെച്ചാൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായിട്ട് യാതൊരുവിധ ദിശാബോധം ഇല്ലാത്തൊരു കണക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇത് വ്യാപിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിപത്തിനെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു ലക്ഷ്യബോധത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അതായത് രണ്ടും ഒന്നിച്ചു പോകണമെന്നാണ്. എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഫലപ്രദമായി നടക്കണം. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തുള്ളവരെ അടക്കം അവർക്ക് പിടികൂടാൻ കഴിയുന്നുണ്ട്. അത് നല്ല ഫലപ്രദമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അത് ശക്തിപ്പെടുത്തുക, ആ വഴിക്ക് നല്ല രീതിയിലുള്ള നടപടികൾ പോലീസും എക്സൈസും സ്വീകരിക്കുന്നു. അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം ഇതാകെ തടയാനാവില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അതിവ്യാപനമാണ്. അങ്ങനെ വരുമ്പോൾ സമൂഹമാകെ അതിനെതിരെ അണിനിരക്കണം. അക്കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ആണ് ഏറ്റവും ഉത്കണ്ഠ. അപ്പോൾ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ രക്ഷിതാക്കളും കുടുംബവും അധ്യാപകരും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ നടപടികളും ചേർത്തുകൊണ്ടാണ്. ഏതെങ്കിലും കുട്ടിക്ക് ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ ആ ലക്ഷണം എന്താണെന്നുള്ളത് വിശദമായി രക്ഷിതാക്കളെ അടക്കം ബോധവൽക്കരിക്കും, അധ്യാപകരെ ബോധവൽക്കരിക്കും. അങ്ങനെ കണ്ടാൽ ആ കുട്ടിയെ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കുക. അതിനപ്പുറം എത്തിപ്പോയെങ്കിൽ ആ കുട്ടിക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പ്രവേശനം നൽകുക. ഇതൊക്കെ മറച്ചു വെക്കലല്ല, മറച്ചു വെച്ചത് കൊണ്ട് ഗുണമില്ല. നല്ല രീതിയിൽ നടപടികളെടുത്ത് ഭാവി ഭദ്രമാക്കലാണ് നന്നാവുക എന്നാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ പെട്ടെന്നുള്ള മാറ്റം, അമിത ദേഷ്യം, പഠനത്തിൽ താല്പര്യക്കുറവ്, പുതിയ സൗഹൃദങ്ങൾ, പണത്തിനു വേണ്ടിയുള്ള മോഷണം തുടങ്ങിയവ ചിലപ്പോൾ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാകാം. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് വകുപ്പിന്റെ സൗജന്യ സേവനത്തിനായി 144-05 വിളിക്കുക. എക്സൈസ് വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ സജ്ജമാണ്. ഇവിടെ വിദഗ്ധരായ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗും ചികിത്സയും സൗജന്യമായി നൽകുന്നു. ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ തിരികെ കൊണ്ടുവരാം. സർക്കാർ ഒപ്പമുണ്ട്. ലഹരി ഉപയോഗത്തെ ആധുനിക വൈദ്യശാസ്ത്രം കാണുന്നത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചികിത്സയും എൻഫോഴ്സ്മെൻറ്റ് പോലെയുള്ള ആക്ടിവിറ്റീസും മാത്രമല്ല വേണ്ടത്. അവിടെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് കൂടെ നമുക്ക് വേണം. ഏത് ആരോഗ്യ പ്രശ്നത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചുമതല കാണാൻ സാധിക്കുന്നത് കുട്ടികളിൽ തന്നെയാണ്.
അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഈ ഒരു ലഹരിയുടെ പിടിയിൽ ഏറ്റവും കൂടുതൽ പിടിയിലായിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് പകർന്നു നൽകാനായിട്ട് പാഠ്യപദ്ധതിയിൽ തന്നെ അവരുടെ സിലബസിൽ തന്നെ ഇപ്പോൾ മുയലിൻ്റെയും ആമയുടെയും ഒക്കെ കഥകൾ പഠിക്കുന്നത് പോലെ തന്നെ കുട്ടികൾ ഈ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകന് ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയാണോ എന്നുള്ളത് തിരിച്ചറിയാനും അത് ആദ്യ ലക്ഷണങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുവാനും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് നൽകാനുമുള്ള ഒരു ട്രെയിനിങ്. അതായത് ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം ആദ്യം മനസ്സിലാകുന്നത് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകനായിരിക്കും. നിങ്ങളുടെ മകന് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അവൻ 6 മാസമായി മയക്കുമരുന്നിന് അടിമയാണ്. ഇതിലേക്ക് അവൻ വഴുതി വീണത് മറ്റുള്ള കുട്ടികളുമായി അവനെ താരതമ്യം ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന സമ്മർദ്ദം കൊണ്ടാണ്. ഇവനെ എത്രയും വേഗം വിമുക്തിയുടെ കൗൺസിലിംഗ് സെന്ററിൽ എത്തിക്കൂ. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നമ്മുടെ തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനുമാണ്. സംസ്ഥാന ലഹരി വർജന മിഷനായ വിമുക്തിയുടെ ആശയങ്ങൾ നമുക്ക് സമൂഹത്തിന് പകർന്നു നൽകാം. പഠനമാകട്ടെ ലഹരി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ സംയോജിതമായ സമഗ്ര പിന്തുണാ സംവിധാനം ഒരുക്കി കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യം നേടാൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കൗമാരക്കാരിൽ കാണപ്പെടുന്ന അനഭിലഷണീയമായ പ്രവണതകൾ, റാഗിങ്, അക്രമവാസന, നശീകരണ പ്രവർത്തനങ്ങൾ, ലഹരി ഉപയോഗം, വാഹന ദുരുപയോഗം തുടങ്ങിയവ ഗൗരവമുള്ളതാണ്. ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അവയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, നിയമാവബോധം ഇവയിലെല്ലാം കൃത്യമായ ധാരണ സൃഷ്ടിക്കാനാവണം. ഇവയെല്ലാം ഉറപ്പാക്കി കേരള പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്ന ജ്ഞാനസമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാകാൻ അനുയോജ്യരായ ഒരു തലമുറയെ സൃഷ്ടിക്കലാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2025 ജൂൺ 2 സ്കൂൾ തുറക്കുന്ന ദിവസം പദ്ധതി ആരംഭിക്കും. ഇതിൻ്റെ ഭാഗമായി രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കും. ഇതിന് പുറമേ ഒരു കാര്യവും കൂടിയുണ്ട്. അത് കുട്ടികൾ ഇപ്പോൾ 10 to 5 എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയം, ഈ സമയത്ത് വരുന്നൊരു സ്ട്രെസ് ഉണ്ട് അവർക്ക്. ഈ സ്ട്രെസ്സോട് കൂടിയാണ് അവരിറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം ആലോചിച്ച ഒരു കാര്യം, ഒരു ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു ബെല്ലടിക്കുന്നു. അത് ആകെ സ്കൂൾ വിടലല്ല. അപ്പോൾ കുട്ടികളെല്ലാം ഗ്രൗണ്ടിലെത്തണം. ആ ഗ്രൗണ്ടിൽ വെച്ച് ഇപ്പോഴത്തെ ഒരു സുബ ഡാൻസ് ഇല്ലേ, അതങ്ങോട്ട് നടത്തുക. അപ്പോൾ അതിൻ്റെ എല്ലാ സ്കൂളിലും അതിനാവശ്യമായ സൗണ്ട് സിസ്റ്റം വേണം. അതിനൊരു പാട്ടും കൂടി വേണമല്ലോ. കുട്ടികൾ മതിമറന്നങ്ങോട്ട് എക്സസൈസ് ചെയ്യും. അങ്ങനെ നല്ലവണ്ണം വേർത്ത് അവരെ സ്ട്രെസ്സ് മുഴുവൻ അതോടെ അങ്ങ് പോകും. വീട്ടിലേക്ക് നല്ല സന്തോഷത്തോടെ പോകാൻ പറ്റുക. ആ ഒരു അവസ്ഥയും അടുത്ത അധ്യയന വർഷത്തോടു കൂടി വേണമെന്ന് കണ്ടിട്ടുണ്ട്. ലോകമറിയുന്ന ഒരു ചിത്രകാരനാകേണ്ട ആളായിരുന്നു ഇദ്ദേഹം. എപ്പോഴും അയാൾ ലഹരിയുടെ ലോകത്തേക്ക് വഴുതി വീണു. ലഹരി ഏതായാലും അത് വിപത്താണ്. ലഹരിക്ക് അടിമപ്പെട്ടവരെ പുതുജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി പദ്ധതിയിലൂടെ കഴിയും. സൗജന്യമായുള്ള കൗൺസിലിങ്ങിനും ചികിത്സയ്ക്കുമായി പ്രത്യേക കേന്ദ്രങ്ങളും വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഫോണിലും നേരിട്ടും ബന്ധപ്പെടാം. ലഹരി ഒഴിവാക്കൂ, ജീവിതമാകട്ടെ ലഹരി. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ്. പാഠ്യപദ്ധതി, പാഠപുസ്തകം, ഇതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈസ്കൂള് +2 ലെവലിലേക്ക് എത്തുന്ന കുട്ടികളെ അവർക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ആവേശം, ലഹരി ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് ചില പ്ലാറ്റ്ഫോമുകളോട് നമ്മൾ ഉണ്ടാക്കണം. അവരെ മറ്റ് ചില പ്രവർത്തനങ്ങളിലൂടെ ഇൻവോൾവ് ആക്കണം.
അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലേക്ക് അവരെ എൻഗേജ്ഡ് ആക്കണം. അവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേയേറെ ആക്ടിവിറ്റീസിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയെ ഈ പഠിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറ്റി മറ്റു ചില മേഖലകളിലോട്ട് തിരിക്കണം. ജപ്പാനിൽ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവർ പഴയ ടീച്ചറായിരുന്നല്ലോ, ആ ടീച്ചറുടെ ശിഷ്യനാണ് ഇയാൾ. അപ്പോൾ അയാളുടെ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത്. പ്രാഥമിക ക്ലാസ്സുകളിൽ വലിയ പഠനമില്ല. എന്തൊക്കെയാണ് കുട്ടി വളർന്നു വരുമ്പോൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് പോലും പഠിപ്പിക്കുന്നത്. മറ്റ് പാഠപുസ്തകം പ്രധാനമല്ല. അതിനോടൊപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവിടെ റൂം ക്ലീൻ ചെയ്യാനൊന്നും വേറെ ആളില്ല, ഈ കുട്ടികൾ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലോസറ്റും ക്ലീൻ ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമാണല്ലോ പണ്ട് ഒരു വാർത്ത നമ്മൾ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടല്ലോ, ഒരു മൈതാനിയിൽ കളി നടന്നിട്ട് അവർ ടീം മുഴുവനായിട്ട് വൃത്തിയാക്കി, ജപ്പാൻ ടീം വൃത്തിയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു കൾച്ചർ അവർ വളർത്തിയെടുക്കുകയാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ നാട്ടിൽ ഒറ്റയടിക്ക് നടപ്പാക്കൽ പ്രയാസമാവും. കാരണം ആളുകളെല്ലാം, ഈ കുട്ടികളെക്കാളും വലിയ പ്രശ്നം നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള മാനസിക നിലയാണല്ലോ. കുട്ടി പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടി ആരാകണം തീരുമാനിക്കില്ലേ രക്ഷിതാക്കൾ. അതിൻ്റെതായ സമ്മർദ്ദമാണല്ലോ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം നടപടികൾ എടുക്കാൻ പറ്റും അത് ആലോചിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. കൗമാര സ്വപ്നങ്ങൾ, ജീവിത സൗവർണ നാളങ്ങൾ, താരാപഥങ്ങളിൽ തേരോടിക്കുന്ന താരുണ സങ്കല്പവേഗങ്ങൾ, തളരാത്ത ചൈതന്യ താളങ്ങൾ, തളരാത്ത ചൈതന്യ താളങ്ങൾ. സരയു, അതായത് ഇന്ന് യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കലാരൂപം എന്ന് പറയുന്നത് സിനിമയാണ്. പക്ഷേ ഇന്ന് സിനിമയെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ വയലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഘോഷിക്കുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിലേക്ക് വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമ്മുടെ സിനിമാ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾക്കും ഒരു ബോധം വേണ്ടതുണ്ടോ, അതെയോ ഇത് സൃഷ്ടിയുടെ ഒരു സർഗാത്മകതയായിട്ട് വിട്ടുകൊടുക്കണോ? എന്താ സരയുവിൻ്റെ അഭിപ്രായം? സിനിമ സർ ഒരു പരിധിക്കപ്പുറം സമൂഹത്തെ സ്വാധീനിക്കുന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചലിക്കുന്ന ഒന്നാണ്. സിനിമയിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ് പലപ്പോഴും കഥാപാത്രങ്ങളും കഥയായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ സ്വാധീനിക്കുന്നുവെങ്കിൽ, നമ്മളെ കുട്ടികളെ സ്വാധീനിക്കുന്നെങ്കിൽ സിനിമയെ കലാരൂപമായിട്ടും സിനിമാ താരങ്ങളെ അഭിനേതാക്കളായി മാത്രം കാണാനുള്ളൊരു വിവേകവും ഒരു ബോധവും കുട്ടികളിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയേക്കാൾ ഞാൻ പേടിക്കുന്നത് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺസിനെയാണ് പലപ്പോഴും. അതാണ് കൂടുതൽ അപകടകാരി എന്ന് ഞാൻ പലപ്പോഴും പേടിക്കാറുണ്ട്. കാരണം ഇപ്പോൾ പഠനമായാൽ പോലും അതിനും അവർ ആശ്രയിക്കുന്നത് മൊബൈൽ ഫോൺസിനെയാണ്. ഈവൻ അസൈൻമെൻറ്റ്സ് പോലും ChatGPT ചെയ്തു കൊടുക്കുന്നൊരു കാലത്ത് അതിൻ്റെ ഒരു ഐറണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കുട്ടികൾ ഇൻട്രോവേർട്ടായി മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം ആത്മവിശ്വാസം കൈമുതലാകാൻ വേണ്ടി പഴയ പോലെ സൗഹൃദങ്ങളെ ആശ്രയിക്കാതെ ഇത്തരം വഴികളിലൂടെ ഒരുപക്ഷെ ഒരു ആത്മവിശ്വാസമോ ഒരു കോൺഫിഡൻസോ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് പലപ്പോഴും ഇങ്ങനെയും കുട്ടികളെ വഴിതിരിച്ചെത്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആകത്തുകയിൽ പറയുകയാണെങ്കിൽ കൂട്ടുകൂടാനും കൂടുതൽ സാമൂഹ്യമായിട്ട് ഇടപെടാനും വിനോദ ഉപാധികളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെയാണെങ്കിലും ഒത്തുചേർന്നും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പഠനത്തെക്കാൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ വേണു, ഒരു പക്ഷേ സരയു പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൂട്ടുകാരില്ല. ഈ ഒരു ഉപകരണത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഈ ടച്ചിലേക്ക് പോയിട്ട് അവർ എവിടെ ഏതൊക്കെ ലോകത്തിൻ്റെ ഏത് മേഖലയിലേക്കാണ് അവർ പോകുന്നത്. ഒരു പക്ഷേ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സൈഡ് ഉണ്ടെന്ന് വേണേൽ പറയാം. ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പക്ഷേ സൗഹൃദങ്ങളില്ലാത്ത ഒരു ബാല്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ദുരന്തമാണ്. എന്താ വേണു? 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കളിക്കളങ്ങളുടെ കുറവ്, കുട്ടികളുടെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഫിസിക്കലായ ഒരു ആക്ടിവിറ്റി പോലും കുട്ടികൾ നടത്താത്ത രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ചുരുക്കിയിരിക്കുകയാണ്. അത്
ഞങ്ങളൊക്കെ നമ്മൾ പല ചർച്ചകളിലും വന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരുമിച്ച് കളിക്കുക എന്ന് പറയുന്നതും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുക. പരാജയപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനമല്ലേ സാർ? അതെ. അപ്പോൾ ആ പരാജയപ്പെട്ട് അതിനെ എങ്ങനെ നമ്മൾ കോപ്പപ്പ് ചെയ്യുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാം, നമ്മൾ ആശ്രയിക്കുന്നത് എങ്ങനെ, നമ്മളൊരാളെ സഹായിക്കുന്നത് എങ്ങനെ, ഇതുപോലെയുള്ള വലിയ മാനസികമായിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട വലിയ പാഠങ്ങൾ നൽകുന്നത് കളിക്കളങ്ങളിലും ഇതുപോലെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെയാണ്. അതിൻ്റെ ഒരു കുറവ് വലിയ തോതിൽ നമ്മുടെ, പ്രത്യേകിച്ച് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരുപക്ഷെ ഇതിനുള്ള ചില ഇടങ്ങളെങ്കിലുമുണ്ട്. പല സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇതിനെ പാടേ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നേർവിളക്കല്ലോ, നല്ല വാക്കല്ലോ, സ്നേഹമാകും തോഴനല്ലോ, നെഞ്ചിലെ ചൂടായി തലോടുന്ന വീടല്ലോ, കാവലായി നിൽക്കും വിമുക്തി, കവചമായി തീരും വിമുക്തി, കാവലായി നിൽക്കും വിമുക്തി, വിമുക്തി. നമ്മളൊരു മിഷൻ മോഡിലേക്ക് പോകുന്നു. ഒരുപാട് എന്താ പറയുക, ആൾക്കാരെ സംഘടിപ്പിക്കുന്നു, എല്ലാ വ്യത്യസ്ത പ്രതലങ്ങളെയും കൂടി കൂട്ടിയോജിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വേറൊരു വശമെന്ന് വെച്ചാൽ കേരളം ഡ്രഗ്സിൻ്റെ ഒരു താവളമാകുന്നു എന്നുള്ള മറ്റൊരു പ്രചരണം ഒരുപക്ഷെ ഈ ഒരു വ്യാപകമായിട്ടുള്ള നീക്കം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വെളിയിലൊക്കെ പലയിടത്തും ഈ ഒരു മുന്നേറ്റത്തെ ഒരുപക്ഷെ കേരളം ഡ്രഗ്സിൻ്റെ താവളമായതുകൊണ്ടാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനും വരുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും? ഇതിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നില ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പ്രദേശങ്ങൾ പറയുന്നുണ്ട്, ആ പ്രദേശങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. അത് ഇപ്പോഴും ആ തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനെ തടയാനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വീകരിച്ച നടപടികൾക്ക് ഫലമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ കുറവ് കൂടുതൽ ആക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് അത് നൽകുന്ന പ്രതീക്ഷ. മറ്റത് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നാണ്. കാരണം കേരളത്തെപ്പറ്റി തെറ്റായ പ്രചരണം നടത്താൻ താല്പര്യമുള്ള ചിലരുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ തെറ്റായ പ്രചരണം വന്നേക്കുമെന്ന് വിചാരിച്ച് ഈ ശരിയായ കാര്യം ചെയ്യാതിരുന്നുകൂടാ. ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കുന്ന പ്രശ്നമാണ്, നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളും ബോധവൽക്കരണവും ആവശ്യമായ കരുതലും എല്ലാം ഇത് ഒന്നിച്ച് നടത്താൻ നമുക്ക് കഴിയണം. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരു ഒന്നോ രണ്ടോ ആളുകളായാൽ പോലും അവരെ അടക്കം ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കണം. ആ നിലക്കുള്ള ക്യാമ്പയിനിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം, അലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിൻ ഉജ്ജ്വല കവചത്താൽ നവ കേരളം ഒന്നിന് നേടിയിടാം. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി, വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള